ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സാരിയിലൊന്ന് സുന്ദരിയാവാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ കുറച്ച് കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ചേച്ചി സാരി ഉടുക്കാറില്ലേ, സാരിയിലൊരു എന്താ പറയുക ഒരു മേക്കപ്പ് വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഇത് എല്ലാവരും പറഞ്ഞതനുസരിച്ചിട്ട് ഞാനിത് ഇന്ന് സാരി ഉടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് പൊതുവേ സാരി ഉടുക്കാൻ അറിയില്ല, സത്യം പറഞ്ഞാൽ അതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സാരി ഉടുക്കാത്തത്. നാത്തുമാർ വേണം സാരിയൊക്കെ ഒന്ന് ഉടുത്ത് തരണമെങ്കിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും സാരി ഉടുത്തൊരു വീഡിയോ ചെയ്യണം, അതുപോലെ തന്നെ കുറച്ച് റീലൊക്കെ എടുക്കണം. കാരണം ഞാൻ ആണ്ടിലൊരിക്കലേ എന്താ പറയുന്നത് ഈ സാരി ഉടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഇന്ന് എന്തായാലും നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു സാരിയാണ് എടുത്തിട്ടുള്ളത്. സാരിയും എൻ്റെതല്ല, ബ്ലൗസും എൻ്റെതല്ല, ഒക്കെ അതേ കടം വാങ്ങിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പൗഡറൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഐഷാഡോ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കുളിയും നനയൊന്നും കഴിഞ്ഞിട്ടില്ല, വീഡിയോ എടുപ്പൊക്കെ കഴിഞ്ഞിട്ട് വേണം കുളിക്കാനും നനയ്ക്കാനും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. വീഡിയോ എന്തായാലും നമ്മൾ റീലിലേക്ക് കുറച്ച് വീഡിയോസ് എടുക്കാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മേക്കപ്പും അതുപോലെ തന്നെ വീഡിയോ എടുപ്പെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതേ കണ്ണും കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ മഴയാണ്, ഒടുക്കത്തെ മഴയാണ്, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരുങ്ങി പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും മഴ നനയും. അതിനും നല്ലത് വീഡിയോയിൽ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുളിച്ച് വീട്ടിൽ അങ്ങനെ അടങ്ങി ചുരുണ്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അതേ കണ്ണിൻ്റെ മുകളിലൊക്കെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താണ് ചെറിയൊരു പൊട്ടും കൂടെ തൊട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പൊക്കെ ഇവിടെ അങ്ങ് കഴിയും. ഒരുക്കൊക്കെ പെട്ടെന്ന് എൻ്റെത് കഴിയും കേട്ടോ. മുഖത്ത് നമ്മൾ വേറെ ഒന്നും വാരി വലിച്ച് ഇട്ട് കൊടുക്കുന്നൊന്നുമില്ല. പിന്നെ കുറച്ച് കൂട്ടുകാരെങ്കിലും എന്നോട് സാരി ഉടുത്തിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്താ പറയുന്നത്, അവരോട് പറഞ്ഞത് അനുസരിച്ച് കൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതേ കണ്ണ് മുകളിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് തേച്ച് കൊടുക്കാൻ വേണ്ടി പോകാണ് കേട്ടോ. അങ്ങനെ ലിപ്സ്റ്റിക്ക് എൻ്റെ ഫേവറേറ്റായ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് തന്നെ എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ലിപ് ബാം ഇട്ടിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാറ് പൊതുവേ. ലിപ് ബാം കാണാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലിപ്സ്റ്റിക്ക് വാരി പൂശി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഴയ്ക്ക് മുന്നേ നമ്മുടെ ഈ ഒരുക്കവും കഴിയണം, അതുപോലെ വീഡിയോ എടുപ്പും കഴിയണം. അതുകൊണ്ട് ചടപടേന്ന് പറഞ്ഞ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊരു ബ്ലാക്ക് പൊട്ടും കൂടെ തൊട്ട് കൊടുത്ത്, പിന്നെ വൈറ്റ് പൊട്ടൊക്കെ കല്ല് പൊട്ടൊക്കെ ഉണ്ട് നമ്മളതിൽ ചെറുത്, അതൊക്കെ തിരയാളം മടിക്ക് പെട്ടെന്ന് കിട്ടിയ പൊട്ടൊക്കെ വാരി കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൊട്ടും കൂടെ വെച്ചെടുത്ത് പിന്നെ വള, ഇതെല്ലാം സൈഡിലിരുന്ന് വോൾഗേച്ചി അതുപോലെ എൻ്റെ അനിയത്തിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാണ് എനിക്കിതൊക്കെ സെറ്റാക്കി എടുത്ത് വെച്ച് തരുന്നത് കേട്ടോ. അത്രയ്ക്ക് നേരമല്ലായിരുന്നു, ഞാൻ ചുമ്മാ വീഡിയോയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് എടുത്തിടുന്നുണ്ടെങ്കിൽ അവരോരോന്ന് സെലക്ട് ചെയ്ത് എനിക്കിങ്ങനെ എൻ്റെ അടുത്ത് വെച്ച് തരുമായിരുന്നു കേട്ടോ. അങ്ങനെ അവരോട് ഓരോ കഥയെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഒരുങ്ങുന്നത്. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ. മഴ ചാറിയും കൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴുത്തിൽ മാലയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, നമ്മുടെ കമ്മൽ നല്ല ഹെവി ആയിരുന്നു, അതുകൊണ്ട് കഴുത്തിലൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഫുൾ ലുക്ക് വന്നിട്ട് ഇതാണ്. മുടിയെല്ലാം കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. മുടി പിന്നെ നമുക്ക് അങ്ങനെ ഹെയർ സ്റ്റൈലൊന്നും എനിക്ക് ചെയ്യാറില്ല കേട്ടോ. പറ്റുന്ന രീതിയിലൊക്കെ മുടിയൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാണ് ഫുൾ ലുക്ക്. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം. അയ്യോ ഇപ്പോഴല്ലല്ലോ അത് പറയണ്ടല്ലോ, സോറി ഗൈസ്. അപ്പോൾ ഫുൾ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ അവസാനിച്ച പോലെ ഞാൻ സംസാരിച്ചപ്പം. അങ്ങനെ താഴോട്ട് ഇറങ്ങി വരികയാണ്. എൻ്റെ പുറകെ പട പോലെ കുഞ്ഞുങ്ങളും ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഞാൻ എങ്ങോട്ട് ഈ ഒരുങ്ങി കെട്ടിയിടുന്നതായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക. പിന്നെ അവർക്കിതൊന്നും പുത്തിരിയല്ല, കാരണം ഞാനിങ്ങനെ ഒരുങ്ങി വീഡിയോ എടുക്കുന്നത് അവർ കാണാറുള്ളതാണ്. അങ്ങനെ നമ്മൾ സാരി എടുത്തിട്ടുള്ള ഒരു ഫുൾ ലുക്ക് വന്നിട്ട് ഇതാണ്. മെലിഞ്ഞത് കൊണ്ട് തന്നെ എനിക്ക് സാരി എടുക്കാൻ വലിയ കോൺഫിഡൻറ്റ് ഇല്ല കേട്ടോ. കാരണം എന്താ പറയുന്നത്, നമ്മളെ വടിയിൽ തുണി ചുറ്റിയ പോലെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നാറ് കേട്ടോ. കാരണം എനിക്ക് ഒട്ടും തടിയില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് സാരി ഒന്നും എടുത്താൽ സെറ്റല്ല. പിന്നെ എനിക്ക് സാരി നല്ലോണം കൊണ്ട് നടക്കാറില്ല, പിടിച്ച് നടക്കാറില്ല, സ്റ്റൈലായി നടക്കാനൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് നാത്തൂനും അതുപോലെ തന്നെ അനിയത്തിയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതേ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഈ ഫുൾ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യണേ. പിന്നെ കുറേ വീഡിയോസ് എടുക്കുന്നുണ്ട് കേട്ടോ റീൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ വീഡിയോ എടുത്ത് എൻ്റെ അനിയത്തി മടുത്തു എന്ന് പറയാം കേട്ടോ. അവസാനത്തെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ഇതേപോലെ എടുത്ത് ക്രോപ്പ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ മഴ ചതിച്ചു, പറഞ്ഞ പോലെ തന്നെ നല്ലോണം മഴ പെയ്തു. പിന്നെ കുടയൊക്കെ എടുത്തിട്ടായി ക്യാമറാമാനും ഞാനും നടത്തട്ടോ. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ വീഡിയോ എടുപ്പെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് മൂത്തമ്മ ഇവിടെ പഴംപൊരിയൊക്കെ ആക്കുന്നുണ്ട്. ചായ കുടിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൂത്തമ്മ പഴംപൊരിയൊക്കെ ആക്കുന്നുണ്ട്. അങ്ങനെ ഇനി ചായ കുടി പരിപാടിയാണ് കേട്ടോ. നമ്മൾ അത്യാവശ്യം വേണ്ട വീഡിയോസൊക്കെ എടുത്തു. പിന്നെ എനിക്കെന്തായാലും സമാധാനം എന്ന് പറയുന്നത്, ഞാൻ സാരി എടുത്തിട്ടൊരു വീഡിയോ ചെയ്യുന്ന വീഡിയോ ആവശ്യപ്പെട്ടവരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ സന്തോഷമാവുമല്ലോ, ഒരു വീഡിയോ എങ്കിലും കിട്ടിയല്ലോ എന്നുള്ള ആശ്വാസത്തിലായിരുന്നു ഞാൻ. പിന്നെ ഇതേ പഴംപൊരി ഓരോന്നോരോന്നായി ചുട്ടെടുക്കുകയാണ്. ഈ മഴയിൽ നല്ല പഴംപൊരിയും കട്ടൻ ചായയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. മഴയാണ് തകർത്ത് തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ പിന്നെ എന്താണ്, അങ്ങനെ ഞങ്ങളെല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കൊലായിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുറ്റത്തത്തെ അവസ്ഥ നല്ലോണം മഴ പെയ്തു കേട്ടോ.
പിന്നെ എന്തോ ഭാഗ്യം പോലെ എനിക്ക് 2-3 വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റി. അതിന് ശേഷമാണ് മഴ പെയ്തത്. പിന്നെ എൻ്റെ പുറകെ വീഡിയോ എടുക്കാൻ നടക്കായിരുന്നു അനിയത്തി കേട്ടോ. അവളും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സെറ്റായി. അങ്ങനെ ചായ എല്ലാം ഗ്ലാസ്സിൽ ഒഴിച്ച് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, പഴംപൊരിയും കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇരുത്തായി, കഴുത്തായി, കഴിക്കലായി, ചായ കുടിക്കലായി എല്ലാം കേട്ടോ. കുഞ്ഞുവിന് അമ്മ ഇവിടെ ചെറുതായിട്ട് നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പ്ലേറ്റിൽ. അവൻ അങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഴയും കാഴ്ചകളും എല്ലാം കണ്ടിട്ട് കുഞ്ഞുങ്ങളും എല്ലാവരും ഇരുന്ന് ചായയും പഴംപൊരിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ദൈവഭാഗ്യം കൊണ്ട് കുറച്ച് നേരത്തിന് മഴ നിന്ന് തന്ന സമയം നോക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തിട്ടോ. പിന്നെ കുഞ്ഞിവിടെ നല്ലോണം ആസ്വദിച്ചിരുന്നിട്ട് പഴംപൊരി കഴിക്കുന്നുണ്ട്. നല്ല മഴയും തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് കേട്ടോ. അങ്ങനെ എനിക്കും കിട്ടിയൊരു പഴംപൊരി ഞാനും കഴിച്ചു. അങ്ങനെ ഏകദേശം ചായ കൂടി എല്ലാവരും കഴിഞ്ഞിട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം മുറ്റത്തിരുന്ന് കുറേ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. പിന്നെ അകത്തേക്ക് കയറി TV വെക്കലായി, കാണലായി, അങ്ങനെയൊക്കെ ആയി. ഞാൻ കുറച്ച് എഡിറ്റിങ്ങും പരിപാടിയിലൊക്കെ ആയി. പിന്നെ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകും കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോയിൽ ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അതുവരെ എല്ലാ കൂടെ ടാറ്റാ ബൈ ബൈ, സീ യു.